ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് നടി നവ്യ നായർക്കും കുടുംബത്തിനും എതിരെയാണ്. അത് വേറൊന്നുമില്ല, നമ്മൾ വിചാരിക്കും ധ്യാൻ ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം അവര് തമ്മിലുള്ള സംസാരങ്ങളൊക്കെ വളരെ രസകരവും ചിരി പടർത്തുന്നതുമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നും ധ്യാൻ തന്നെ നവ്യ നായരെ കുറിച്ച് CM ആയി കഴിയുമ്പോൾ നവ്യ സാരി ഉടുത്ത് വരണം എന്നൊക്കെ പറഞ്ഞത് നമ്മളെല്ലാവരും ചിരിച്ചാണ് അത് സ്വീകരിച്ചത്. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ അത് വലിയ വിമർശനത്തിന് ഇടയായി മാറിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിമിക്രി കലാകാരനും ഒരുപാട് സ്റ്റേജ് ഷോകളിലുമൊക്കെ വേഷം ഇടുകയും നമ്മളെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സുദർശനൻ ചേട്ടൻ, ആലപ്പുഴക്കാരനായ, അതായത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ആലപ്പി സുദർശനൻ എന്നാണ്. ഈ ചേട്ടനെ എനിക്ക് അറിയാം. ഇദ്ദേഹവുമായിട്ട് പണ്ട് KS പ്രസാദ് ചേട്ടൻ്റെ കൂടെ കോയമ്പത്തൂരിൽ ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഗുരുനാഥൻ കൂടിയാണ് അദ്ദേഹം. പണ്ടൊക്കെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ നവ്യ നായരെ പഠിപ്പിച്ച കഥകളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും നവ്യ നായർക്കും കുടുംബത്തിനുമെതിരെ സംസാരിക്കുകയും ചെയ്തു. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നവ്യ നായർ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മോണോ ആക്ട് പഠിപ്പിച്ചത്. ധന്യ എന്നായിരുന്നു അന്ന് പേര്. ധന്യയ്ക്ക് കഴിവുണ്ടെന്ന് ഡാൻസ് പഠിപ്പിക്കുന്ന ആൾ കണ്ടെത്തി എന്നെ വിളിച്ചു. ഇങ്ങനെയൊരു കുട്ടിയുണ്ട്, അവളെ മോണോ ആക്ട് പഠിപ്പിക്കണം, പക്ഷേ ഫീസൊന്നും അവളുടെ കയ്യിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും തരും, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങളും രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. ഈ കുട്ടിയെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്ന ഐറ്റം കുന്തവും കർണനുമാണ്. മത്സരത്തിൽ നവ്യയ്ക്കായിരുന്നു ഫസ്റ്റ്. പിന്നെ നവ്യ വളർന്നു. ആദ്യ സിനിമ ഇഷ്ടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ച് സന്തോഷത്തോടെ പോയി. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ പോയി ഞാൻ അടുത്ത ഐറ്റം പഠിപ്പിച്ചു. അതായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയത്. എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. വഴിയിൽ നിന്നും 100 രൂപയ്ക്ക് ഡ്രസ്സ് കിട്ടുന്ന കാലമാണ്. പക്ഷെ അവരെന്നോട് പൈസ ഇല്ലെന്നാണ് പറഞ്ഞത്. നന്ദനത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പിന്നീട് ഒരിക്കലൊരു ലോഡ്ജിൻ്റെ പേര് പറഞ്ഞു, അവിടെ വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. അന്ന് അവിടെ ചെന്ന് ഞാൻ റിസപ്ഷനിൽ കാത്തിരുന്നു. ഏറെ നേരമായിട്ടും വന്നില്ല. ഞാൻ കാത്തിരിക്കുകയാണെന്നറിയിച്ചു. സാറിനൊരു റൂം കൊടുക്കാൻ പോലും അവർ പറഞ്ഞില്ല. ഏറെ നേരം കാത്തിരുന്നു. രാത്രിയായി. രാവിലെ വന്ന എനിക്ക് അവർ റൂം തരുന്നത് രാത്രി 9 മണിക്കാണ്. നവ്യ ഡാൻസ് പഠിക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഏറെ സമയം കഴിഞ്ഞു. ഞാൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയാണ്. സാർ ഭക്ഷണം കഴിച്ചെന്നോ എപ്പോൾ വന്നുവെന്ന് പോലും ആരും ചോദിച്ചില്ല. അന്ന് ഞാൻ പട്ടിണി കിടന്നു. ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും നവ്യ പോയിരുന്നു. അന്നത്തെ മത്സരത്തിലും നവ്യയ്ക്ക് ഫസ്റ്റ് കിട്ടി. പത്രക്കാർ എന്നോടൊപ്പമുള്ള ഒരു ഫോട്ടോ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അന്ന് നവ്യയുടെ അച്ഛനും പറഞ്ഞത്. എന്നിട്ട് വണ്ടിക്കൂലിക്ക് 500 രൂപ തന്ന് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു. എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ കാര്യമാണ്, ആലപ്പി സുദർശനൻ പറഞ്ഞു. ഏതായാലും ഈ വാർത്ത സത്യമാണെങ്കിൽ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ വളരെ മോശമായിപ്പോയി. ഇതിൽ നവ്യ നായരെ കുറ്റം പറയുവാനായിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം തന്നെ കുറ്റപ്പെടുത്തുന്നത് നവ്യ നായരുടെ കുടുംബത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ വാർത്ത അല്ലെങ്കിൽ ഈ ന്യൂസ് കണ്ട നവ്യയ്ക്ക് ഇപ്പോഴും ആ വ്യക്തിയെ സഹായിക്കാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ അറിവിൽ ഈ സുദർശനൻ ചേട്ടന് അത്ര വലിയ സാമ്പത്തിക മെച്ചപ്പാടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴായിട്ടും ആലപ്പുഴ സൈഡിൽ കൂടെ അതുവഴി ഇതുവഴിയൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റോഡ് അരികിൽ അദ്ദേഹം നിൽക്കുന്നതൊക്കെയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്കൊക്കെ മുന്നം. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ പറയുന്നത്. മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവിന് ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്. അതിനുശേഷമാണ് ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗുരുനാഥന് ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നീരസം പ്രകടിപ്പിക്കാതെ തീർച്ചയായിട്ടും അത് പരിഹരിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നവ്യ നായർ എന്ന നടിക്ക് ഇപ്പോൾ സാധിക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂസ് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് നവ്യ നായർ എന്ന് പറയുന്ന നടി. അപ്പോൾ തീർച്ചയായിട്ടും അവര് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ന്യൂസ് ശ്രദ്ധയിൽ പെടുകയും തീർച്ചയായിട്ടും സഹായിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.